കാട്ടുപന്നികളോട് പടപൊരുതി നേന്ത്രവാഴ കൃഷി ഇറക്കിയ കർഷകന് കണ്ണീർ സമ്മാനിച്ച് പെരുമഴക്കാലം. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയ നേന്ത്രവാഴകളാണ് മഴയിൽ നശിച്ചത്. കാട്ടുപന്നികളോട് പടപൊരുതി വാഴകൃഷി ഇറക്കിയ കർഷകന് മഴ സമ്മാനിച്ചത് കണ്ണീർ മഴത്തുള്ളികൾ. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന മഴയിലാണ് കുലച്ച 700 ഏത്തവാഴകൾ ചീഞ്ഞു നശിച്ചത്. ചെറുപുഴ പഞ്ചായത്തിലെ വയലായിലെ പുള്ളോലിക്കൽ ജോജോയുടെ വാഴകൃഷിയാണ് വെള്ളം കെട്ടിക്കിടന്ന് പൂർണ്ണമായും നശിച്ചത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ജോജോ കൃഷി ഇറക്കിയത്. ആദ്യഘട്ടത്തിൽ കാട്ടുപന്നികൾ കൃഷി വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നും സംരക്ഷിച്ചു വന്ന വാഴകളാണ് ഇപ്പോഴത്തെ മഴയിൽ നശിച്ചത്. ഒരു 7 മാസം മുമ്പ് ഇവിടെ ഏകദേശം കൃഷി ചെയ്തതാണ്. ഏകദേശം ഒരു 800ഓളം വാഴ ഇതിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഒരു കൃഷി ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്തത്. ഒരു എല്ലാ മാസമൊക്കെ വന്ന് നോക്കുകയും അതിന് വേണ്ട എല്ലാ വളമൊക്കെ അവർ ശുപാർശ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 2 മാസമായപ്പം ഒരു കുറച്ച് കാട്ടുപന്നി കയറിയിട്ട് നശിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഓവർ മഴയായതുകൊണ്ട് ഏകദേശം ഒരു 400 കുലച്ചതായിരുന്നു. പിന്നെ ഓണത്തിന് ഏകദേശം വിളവെടുപ്പ് എടുക്കാമായിരുന്ന ആ രീതിയിൽ തന്നെയാണ് നല്ല രീതിയിൽ കൃഷി ചെയ്തത്. മഴ തോരാതെയുള്ള മഴ ആയതുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് തന്നെ ഏകദേശം ഒരു 400ഓളം കുലച്ചതും ഒരു 100 കുലയ്ക്കാത്തതൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ടെന്ന് ഉള്ള അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് കാർഷികപരമായിട്ട് നോക്കുകയാണെങ്കിൽ എത്ര പണിയെടുത്ത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏകദേശം മുടക്കൊരു 90,000 രൂപ ഏകദേശം മുടക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ വളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അവർ ഇൻഷുർ കൃഷി ഓഫീസറെല്ലാം വന്ന് നോക്കി എല്ലാം എഴുതി പോയിട്ടുണ്ട്. അതൊന്നും കിട്ടിയിട്ടില്ല. ഓണത്തിനൊക്കെ വിളവെടുക്കുന്ന രീതിയിലായിരുന്നു ഇത് കൃഷി ചെയ്തത്. സാമ്പത്തിക വലിയൊരു പരാജയമാണ് ഇതിൻ്റെ അകത്തുണ്ടായത്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കൃഷിയിടത്തിൽ വെള്ളം നിറഞ്ഞു നിന്നതിനാലാണ് വാഴകൾ നശിക്കാൻ ഇടയാക്കിയത്. കുലച്ച വാഴകൾ അധികവും ചീഞ്ഞ് നിലംപൊത്തിയ അവസ്ഥയിലാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ജോജോ വാഴവിത്ത് എത്തിച്ച് കൃഷി ഇറക്കിയത്. ഈ വർഷം നിർത്താതെ പെയ്ത മഴയാണ് വാഴത്തോട്ടം പൂർണ്ണമായും നശിക്കാൻ ഇടയാക്കിയത്. കൃഷി ഇറക്കാൻ വലിയ തുക ചിലവായി. ഇതിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ജോജോ പറഞ്ഞു. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം, ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ, വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡീസ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ. ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391.